നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജിമ്മിൽ പോകുന്നവർക്കും കായിക അധ്വാനത്തിൽ ഏർപ്പെടുന്നവർക്കും വളരെ ജനപ്രിയമായ ഒരു സപ്ലിമെന്റിനെ കുറിച്ചാണ്. ക്രിയാറ്റിൻ. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരിടയിൽ ഇതൊരു സൂപ്പർ സ്റ്റാർ ആണ്. പക്ഷേ ക്രിയാറ്റിൻ എന്താണ്? ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്? ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം? ഇതിനെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഫിറ്റ്നസിനെ കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവർ ഈ പൗഡർ കഴിക്കുന്നത് കണ്ടിട്ട് എന്താണ് ഈ സാധനം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ക്രിയാറ്റിൻ എന്നത് ഒരു നാച്ചുറൽ കോമ്പൗണ്ട് ആണ്. ഇത് നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് പേശികളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാണ്. നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് മീൻ, മാംസം, ഇതിൽ ക്രിയാറ്റിൻ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കായിക താരങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ക്രിയാറ്റിന്റെ അളവ് അവരുടെ ആവശ്യങ്ങൾക്ക് മതിയാകാറില്ല. അതുകൊണ്ടാണ് അവർ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന സപ്ലിമെന്റ് രൂപത്തിൽ ഇത് കഴിക്കുന്നത്. ഇത് ഒരു വെളുത്ത പൗഡർ രൂപത്തിലാണ് വരുന്നത്. വെള്ളത്തിൽ കലക്കി ഇത് ഉപയോഗിക്കാം. ക്രിയാറ്റിനെ കുറിച്ച് ഒരു രസകരമായ കാര്യം പറയാം. ഇത് 1830കളിലാണ് കണ്ടെത്തിയത്. പക്ഷേ 1990കളിലാണ് ഇത് ഫിറ്റ്നസ് ലോകത്ത് ഉപയോഗിച്ചു തുടങ്ങിയത്. അന്നു മുതൽക്ക് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയ സപ്ലിമെന്റുകളിൽ ഒന്നാണ് ക്രിയാറ്റിൻ. ക്രിയാറ്റിന്റെ പ്രധാന ഉപയോഗം പേശികളുടെ ശക്തിയും പ്രകടനവും വർദ്ധിപ്പിക്കുക എന്നതാണ്. നമ്മുടെ ശരീരത്തിന് വർക്കൗട്ട് ചെയ്യുവാൻ ഊർജം വേണം, അല്ലേ? ഈ ഊർജം പ്രധാനമായും ATP എന്ന ഒരു തന്മാത്രയിൽ നിന്നാണ് ലഭിക്കുന്നത്. ക്രിയാറ്റിൻ ATPയുടെ ഉൽപാദനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നു. ATP എന്നത് നമ്മുടെ ശരീരത്തിലെ ഊർജത്തിന്റെ കലവറയാണ്. ലളിതമായി പറഞ്ഞാൽ APT ശരീരത്തിന് പേശികളെ ചലിപ്പിക്കുവാനും ഓടുവാനും ചിന്തിക്കുവാനും മറ്റ് പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഊർജം നൽകുന്ന ഒരു തന്മാത്രയാണ്. ഉദാഹരണത്തിന് APTയെ ഒരു ചാർജ് ചെയ്ത ബാറ്ററി പോലെ കാണാം. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ബാറ്ററിയിലെ ഊർജം ഉപയോഗിച്ച് പേശികൾ പ്രവർത്തിപ്പിക്കുന്നു. ATP തീർന്നാൽ ശരീര പ്രവർത്തനങ്ങൾക്ക് സാധ്യമല്ല. ശരീരം തളർന്നു പോകും. പിന്നെ ഭക്ഷണത്തിൽ നിന്നോ മറ്റു വഴിയിലൂടെയോ APT വീണ്ടും ഉണ്ടാക്കണം. അതായത് APT ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ക്രിയാറ്റിൻ സപ്ലിമെന്റുകൾ ഉപയോഗിക്കുമ്പോൾ ജിമ്മിൽ കൂടുതൽ ഭാരം ഉയർത്തുവാനോ കൂടുതൽ റിപ്സ് ചെയ്യുവാനോ കൂടുതൽ നേരം ഓടുവാനോ ശക്തി കിട്ടും. അതുകൊണ്ട് തന്നെ അത്ലറ്റുകളും ബോഡി ബിൽഡർമാരും ഫിറ്റ്നസ് പ്രേമികൾ എന്നിവർക്കിടയിലും ക്രിയാറ്റിൻ വളരെ പ്രചാരമുള്ളതാണ്. എന്നാൽ ക്രിയാറ്റിൻ കായികാധ്വാനം ചെയ്യുന്നവർക്ക് മാത്രമല്ല, അതിന് മറ്റു ഉപയോഗങ്ങളും ഉണ്ട്. നമുക്ക് ക്രിയാറ്റിന്റെ ഗുണങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടവയാണ്. 1. പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. ക്രിയാറ്റിൻ ഉപയോഗിക്കുന്നവർക്ക് ജിമ്മിൽ കൂടുതൽ ഭാരം ഉയർത്തുവാനും കൂടുതൽ നേരം വർക്കൗട്ട് ചെയ്യുവാനും കഴിയും. ഇത് പേശികളുടെ വലിപ്പം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. 2. വർക്കൗട്ട് പ്രകടനം മെച്ചപ്പെടുത്തുന്നു. സ്പോർട്സ്, ഹെവി വർക്കൗട്ട് ചെയ്യുന്നവരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ ക്രിയാറ്റിൻ സഹായിക്കും. 3. മസിലിന്റെ വേഗത്തിലുള്ള റിക്കവറി. വർക്കൗട്ടിന് ശേഷം വേഗത്തിലുള്ള മസിൽ റിക്കവറിക്ക് ക്രിയാറ്റിൻ ഹെൽപ്പ് ചെയ്യും. 4. തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ചില പഠനങ്ങൾ പറയുന്നത് ക്രിയാറ്റിൻ മെമ്മറിയും ചിന്താശേഷിയും മെച്ചപ്പെടുത്തുമെന്ന്, പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവരിലും. ഇവർക്ക് ഭക്ഷണത്തിൽ നിന്നും ക്രിയാറ്റിൻ ലഭിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. 5. മസിലുകളിൽ ജലം സ്റ്റോർ ചെയ്യുന്നു. ക്രിയാറ്റിൻ മസിലുകളിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നു. ഇത് മസിലുകളെ കൂടുതൽ വലിപ്പമുള്ളതായി കാണിക്കും. ഇതിനു പുറമെ ക്രിയാറ്റിന് ചില മെഡിക്കൽ ഉപയോഗങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ന്യൂറോളജിക്കൽ രോഗമുള്ളവർക്ക് ഇത് ചിലപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. നമ്മുടെ പേശികൾക്ക് ജോലി ചെയ്യുവാൻ ഊർജം വേണം. ഈ ഊർജം ATP എന്ന തന്മാത്രയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ATP വളരെ വേഗം തീർന്നു പോകും, പ്രത്യേകിച്ച് വർക്കൗട്ടിനിടയിൽ. ഇവിടെയാണ് ക്രിയാറ്റിൻ വരുന്നത്. ക്രിയാറ്റിൻ നമ്മുടെ പേശികളിൽ ഫോസ്ഫോക്രിയാറ്റിൻ എന്ന രൂപത്തിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ ഫോസ്ഫോക്രിയാറ്റിൻ ATP വീണ്ടും ഉണ്ടാക്കുവാൻ സഹായിക്കുന്നു. അതായത് നമ്മുടെ പേശികൾക്ക് കൂടുതൽ നേരം കൂടുതൽ ശക്തിയായി ജോലി ചെയ്യുവാൻ ഇത് സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ ക്രിയാറ്റിൻ എടുത്താൽ അത് മസിലുകളിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതൊരു എനർജി റിസർവ് പോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ റിപ്സ് ചെയ്യുമ്പോഴും ഓടുമ്പോഴും അധ്വാനം കൂടുതൽ വേണ്ട ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴും ക്ഷീണം വരുവാതെ
കഠിനമായി അധ്വാനിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. ക്രിയാറ്റിൻ ഒരു സുരക്ഷിതമായ സപ്ലിമെന്റ് ആണ്. പക്ഷെ ചിലവർക്ക് ചില പ്രശ്നങ്ങൾ വന്നേക്കാം. അത് എന്താണെന്ന് നോക്കാം. 1. വയറ്റിലെ അസ്വസ്ഥത. ചിലവർക്ക്, പ്രത്യേകിച്ച് ഒരുപാട് ക്രിയാറ്റിൻ ഒരുമിച്ച് കഴിച്ചാൽ വയറ്റിൽ ഒരു ബുദ്ധിമുട്ട് തോന്നാം. ഇത് ഒഴിവാക്കുവാൻ ചെയ്യേണ്ടത് ചെറിയ അളവിൽ ക്രിയാറ്റിൻ എടുത്ത് ധാരാളം വെള്ളത്തിൽ കലക്കി കഴിക്കുക. 2. നീർക്കെട്ട്. ക്രിയാറ്റിൻ പേശികളിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് ശരീരഭാരം കൂടുന്നതായി തോന്നാം. പക്ഷെ ഇത് മോശം കാര്യമല്ല, കാരണം ഇത് മസിലുകളിൽ കൂടുതൽ വലിപ്പമുള്ളതായി കാണിക്കും. 3. നിർജ്ജലീകരണം. ക്രിയാറ്റിൻ പേശികളിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ജലം ആവശ്യമാണ്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കണം. ഇല്ലെങ്കിൽ ക്ഷീണമോ തലവേദനയോ വരാൻ ചാൻസ് ഉണ്ട്. 4. വൃക്കകളെ ബാധിക്കുമോ? ഒരുപാട് ആളുകൾക്കുള്ള ഒരു ഭയമാണ് ക്രിയാറ്റിൻ വൃക്കകൾക്ക് പ്രശ്നമുണ്ടാക്കുമോ എന്ന്. ആരോഗ്യമുള്ള ഒരാൾക്ക് ശുപാർശ ചെയ്യപ്പെട്ട അളവിൽ ക്രിയാറ്റിൻ കഴിച്ചാൽ വൃക്കകൾക്ക് ഒരു കുഴപ്പവും വരില്ല. പക്ഷേ മുൻപ് വൃക്കരോഗമോ മറ്റാരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് മാത്രം ക്രിയാറ്റിൻ ഉപയോഗിക്കുക. ഇനി ഒരു പ്രധാന ചോദ്യം, ക്രിയാറ്റിൻ ആർക്കൊക്കെ കഴിക്കാം? ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രമുണ്ടാകും, ജിമ്മിൽ വലിയ വെയിറ്റ് ഉയർത്തുന്ന ബോഡി ബിൽഡർമാർ മാത്രമേ ക്രിയാറ്റിൻ കഴിക്കൂ എന്ന്. പക്ഷെ അതങ്ങനെയല്ല. ക്രിയാറ്റിൻ പലതരം ആളുകൾക്കും ഉപയോഗിക്കാം. 1. അത്ലറ്റുകളും ഫിറ്റ്നസ് പ്രേമികളും. നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഓട്ടം, നീന്തൽ, ഫുട്ബോൾ പോലെയുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ? എങ്കിൽ ക്രിയാറ്റിൻ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. 2. വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർ. മാംസം, മീൻ എന്നിവ കഴിക്കാത്തത് കൊണ്ട് ശരീരത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കുറവായിരിക്കാം. അവർക്ക് ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുന്നത് ഊർജവും തലച്ചോറിന്റെ പ്രവർത്തനവും മെച്ചപ്പെടുത്താം. 3. പ്രായമുള്ളവർ. ചില പഠനങ്ങൾ പറയുന്നത് ക്രിയാറ്റിൻ പ്രായമുള്ളവരുടെ പേശികളുടെ ശക്തിയും മെമ്മറിയും മെച്ചപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും. 4. ന്യൂറോളജിക്കൽ രോഗമുള്ളവർ. പാർക്കിൻസൺസ്, മസ്തിഷ്കാഘാതം പോലെയുള്ള രോഗങ്ങൾക്ക് ചിലപ്പോൾ ഡോക്ടർമാർ ക്രിയാറ്റിൻ നിർദ്ദേശിക്കാറുണ്ട്. പക്ഷെ ഇത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം. ഇനി മറ്റൊരു ചോദ്യം, ആർക്കൊക്കെയാണ് ക്രിയാറ്റിൻ ഉപയോഗിക്കാൻ പാടില്ലാത്തത്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാധാരണയായി ക്രിയാറ്റിൻ ശുപാർശ ചെയ്യാറില്ല. കാരണം അവരുടെ ശരീരത്തിന്റെ വളർച്ച പൂർത്തിയായിട്ടുണ്ടാകില്ല. വൃക്കരോഗം, കരൾ രോഗം അല്ലെങ്കിൽ മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ളവർ ഡോക്ടറിനെ കാണാതെ ക്രിയാറ്റിൻ എടുക്കരുത്. ഗർഭിണികളോ മുലയൂട്ടുന്ന അമ്മമാർക്കോ ക്രിയാറ്റിൻ സുരക്ഷതയെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ക്രിയാറ്റിൻ എല്ലാവർക്കും ആവശ്യമില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ആരോഗ്യനില, ജീവിതശൈലി എന്നിവ അനുസരിച്ച് ഇത് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇനി ചില സാധാരണ ചോദ്യങ്ങൾ. 1. ക്രിയാറ്റിൻ എത്ര അളവിൽ കഴിക്കണം? സാധാരണ ഡോസ് 3 മുതൽ 5 ഗ്രാം വരെ ഒരു ദിവസം കഴിക്കാം. ചില ആളുകൾ ഒരു ലോഡിംഗ് ഫേസ്, അതായത് 20 ഗ്രാം ഒരു ദിവസം കഴിക്കാറുണ്ട്. ഇത് 5 ദിവസത്തേക്ക്, പിന്നെ എല്ലാ ദിവസവും 5 ഗ്രാം. പക്ഷെ ഇത് നിർബന്ധമില്ല. 2. എപ്പോഴാണ് ക്രിയാറ്റിൻ കഴിക്കേണ്ടത്? നമ്മുടെ സൗകര്യം അനുസരിച്ച് ഏത് സമയത്തും കഴിക്കാം. പക്ഷെ വർക്കൗട്ടിന് ശേഷം കഴിക്കുന്നത് പലർക്കും നല്ല റിസൾട്ട് കാണാറുണ്ട്. ഇത് മസിൽ റിക്കവറിയെ സ്പീഡാക്കും. കൂടാതെ ആ ദിവസം മുഴുവനും ഉന്മേഷകരമായി ഇരിക്കുവാനും സഹായിക്കും. 3. ക്രിയാറ്റിൻ ഒരു സ്റ്റിറോയിഡ് ആണോ? ഒരിക്കലുമല്ല. ക്രിയാറ്റിൻ ഒരു നാച്ചുറൽ സപ്ലിമെന്റ് ആണ്. സ്റ്റിറോയിഡുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. 4. എത്ര നാൾ ക്രിയാറ്റിൻ കഴിക്കാം? പഠനങ്ങൾ പറയുന്നത് ശരിയായ ഡോസിൽ ക്രിയാറ്റിൻ വർഷങ്ങളോളം തുടർച്ചയായി എടുക്കുന്നത് സുരക്ഷിതമാണെന്നാണ്. പക്ഷെ ചില ആളുകൾ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും തുടർച്ചയായി എടുക്കാറുണ്ട്. നിങ്ങളുടെ ഫിറ്റ്നസ് യാത്രയിൽ ക്രിയാറ്റിൻ ഒരു നല്ല സുഹൃത്തായിരിക്കാം. പക്ഷെ അതൊരു മാജിക് പൗഡർ അല്ല. നല്ല ഡയറ്റിങ്ങും വർക്കൗട്ടും ഉറക്കം ഇതെല്ലാം കൂടെ വേണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ. ഇനിയും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഫിറ്റായും ഹെൽത്തിയായും ഇരിക്കുക. എല്ലാവർക്കും നന്ദി.